ഇന്ന് രാവിലെ ഒരു സർക്കിട്ട്. ഈ സർക്കിട്ട് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നതാണ് സർക്കിട്ട്. അപ്പോൾ ഈ മഞ്ഞത്ത് രാവിലെ എങ്ങോട്ടാന്ന് വെച്ചാൽ പള്ളിയിൽ പോകാൻ. കണ്ട ഒരു പള്ളിയിൽ പോകുന്ന ലുക്കൊന്നും ഇല്ലെങ്കിലും രാവിലെ കൊച്ചിനെ സ്കൂൾ വിട്ടിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേനും ഈ കോലത്തിലായത്. ഒരുങ്ങാൻ സമയമൊന്നും കിട്ടിയില്ലെന്നേ. ഇതിപ്പോൾ എന്നാ കൊച്ചേ ഇടദിവസം ഒരു പള്ളിയിൽ പോക്കെന്ന് ചോദിച്ചാൽ ചുമ്മാ അനാവശ്യം പറയതേ. ഞങ്ങൾ അങ്ങനെ പള്ളിയും പട്ടക്കാരും എന്നുള്ള വിചാരത്തിൽ ജീവിക്കുന്ന, നല്ല വിശ്വാസത്തിൽ ജീവിക്കുന്ന രണ്ട് കുഞ്ഞാടുകളാണ് അല്ലേ? അങ്ങനെ വേണ്ടേ പറയാനായിട്ട്? അതൊന്നും അല്ല കേട്ടോ. ഇന്ന് ജസ്റ്റിയുടെ മമ്മി മരിച്ച ദിവസമാണ്. മമ്മി മരിച്ചിട്ട് 1 വർഷമാവുക ഇന്ന്. അതുകൊണ്ട് രാവിലെ പള്ളിയിൽ പോയതാണ്. അങ്ങനെ രാവിലെ തന്നെ അബുദാബി സെയിൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ ചെന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും കുർബാന തുടങ്ങി കേട്ടോ. അതിപ്പോൾ നമ്മളെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിനെ വിട്ടപ്പോഴത്തേനും ഒരു നേരം. അങ്ങനെ പള്ളിയിലെല്ലാം ചെന്ന് പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ മമ്മിയുടെ 1ാമത്തെ ആണ്. ഞങ്ങൾ മക്കളെല്ലാം നാട്ടിൽ കാണേണ്ടതാണ്. ശരിക്കും നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തതുമാണ്. പക്ഷേ മമ്മിക്ക് എന്തുകൊണ്ടാണ് മമ്മിയുടെ മക്കൾക്ക് വരാൻ പറ്റാഞ്ഞതെന്ന്. ഞങ്ങളിവിടെ അബുദാബിയിലും ചേച്ചിയൊക്കെ അവിടെ അമേരിക്കയിലും ഇരുന്ന് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ അല്ലേ? പള്ളിയിൽ ഇരുന്നപ്പോൾ മുഴുവൻ ഞാൻ ചിന്തിച്ചത് പക്ഷേ ജസ്റ്റിയെ കുറിച്ചാകട്ടെ. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും, അത് നിന്റെ ഹൃദയത്തെ കീറി മുറിക്കും എന്ന് പരിശുദ്ധ മാതാവിനോട് പരിശുദ്ധനായ ശിമയോൻ ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ. പക്ഷെ ആ വാക്കുകൾ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടിയും കൂടെയുള്ള വാക്കുകളാണെന്ന് എനിക്ക് തോന്നി. ജസ്റ്റ് നീ പള്ളിയിലിരുന്ന് എന്താ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ നിന്റെ കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങിയ ഓരോ കണ്ണുനീരും കാലം കണക്ക് ചോദിക്കാതെ പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മമ്മിയുടെ 1ാം ചരമവാർഷികമാണെങ്കിലും എനിക്ക് മമ്മിയുടെ ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു മകനെ തന്നതിന് മമ്മി. ഞാൻ ഇന്ന് എന്താ ഇങ്ങനെയല്ലേ? കുറച്ച് ഇമോഷണലായോ? എനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ നല്ല പാതി ചങ്ക് താർന്ന് അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ചങ്കും കൂടെ അല്ലേ തകരുന്നതല്ലേ? അതാകട്ടോ, സാരമില്ല. ഇനി ഇമാതിരി ഇമോഷണൽ സ്പീച്ചുമായിട്ട് ഞാൻ ഈ വഴിക്ക് വരത്തില്ല. എല്ലാവരുടെയും മൂഡ് കളയാനായിട്ടല്ലേ? അപ്പോൾ ശരി, എന്നാൽ പോയച്ചും വരാം.